ഒരിക്കൽ വന്നുപോയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ തലയിലേറ്റേണ്ടി വന്ന ഒരു അപഖ്യാതിയുടെ ദുരന്തങ്ങളാ അവളുടെ ജീവിതം ഈ നിലയിലെത്തിച്ചത്. എല്ലാം മനസ്സിലാക്കി സുഖുവേട്ടൻ അവളെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയപ്പോ അവൾ ഒരുപാട് പ്രതീക്ഷിച്ചു. നഷ്ടപ്പെടുന്നു തോന്നിയ ജീവിതം തിരിച്ചു കിട്ടുന്നു. പക്ഷേ വേണ്ട, കഥ പറഞ്ഞു വെറുതെ സമയം മെനക്കെടുത്തണ്ട. ഇല്ല, പക്ഷെ ഒന്ന് മാത്രം മനസ്സിലാക്കണം. ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചാ അവൾക്ക് പറയാൻ ഇപ്പൊ ഒരു മറുപടിയില്ല. അവൾക്കുണ്ടാവുന്ന കുഞ്ഞു വളർന്ന് വലുതാവുമ്പോ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാ അതിന് പറയാനും ഒരു മറുപടി ഉണ്ടാവാതിരിക്കരുത്. ഭർത്താവും അച്ഛനുമായിട്ട് ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അവള് നിങ്ങളെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയും അവൾക്ക് അതേ കഴിയൂ. ഈ നിമിഷം സുഖുവേട്ടനൊന്ന് അവളെ വിളിച്ചു നോക്ക്. അവള് വരും സുഖുവേട്ടന്റെ കൂടെ. ആകാവുന്നതിന്റെ പരമാവധി അവൾ സഹിച്ചില്ലേ? ഇനിയും അവളെ ഇങ്ങനെ വേദനിപ്പിക്കണോ? ഒന്ന് വിളിച്ചൂടെ? അവൾ അനുഭവിക്കുന്ന ശിക്ഷ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുകൂടെ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. ആ പിന്നെ പോക്കുവരവ് ചെയ്യാൻ ഇനിയും കാശ് വേണ്ടേ? ഇങ്ങനെ കൈക്കൂലി വാങ്ങിയ പണി പള്ളിപ്പുറത്തിരിക്കുമെന്ന് കൂടി ഓർക്കണം. താൻ പറഞ്ഞ കാര്യത്തിന് പാർട്ടിയുടെ ഒപ്പിന്റെ ആവശ്യമില്ലെന്ന് താനും മനസ്സിലാക്കുക. വെറുതെ കെട്ടിപ്പോ വാങ്ങിയെന്നേ ഉള്ളൂ. വെച്ചോ. ഇത് വൈകിട്ട് കല്യാണിയെ വിളിക്കാൻ വരുമ്പോ തന്നാ മതിയായിരുന്നു. സാറേ, സാറ് വിളിക്കുന്നു. ഇതിപ്പോ തന്നെ ഫെയർ കോപ്പി എടുത്ത് സാറിന് കൊടുക്കാൻ പറഞ്ഞു. ആ, ഇരിക്കൂ. തനിക്കിതെന്തു പറ്റി? എന്താ സാർ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താടോ, താൻ ഈ ലോകത്തൊന്നും അല്ലേ?
4-5 വർഷം മുമ്പ് തന്നെ ഞാൻ പരിചയപ്പെടുമ്പോൾ താൻ LD ക്ലർക്ക്. അന്നു മുതൽ ഇങ്ങോട്ട് ഒരു വ്യക്തിയെന്ന നിലയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെന്നല്ലാതെ തൻ്റെ പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത് വരെ. പക്ഷേ ഔദ്യോഗികമായി കൂടുതൽ ഇടപഴകിയപ്പോൾ തൻ്റെ ഔദ്യോഗിക പ്രാഗൽഭ്യം ഞാൻ മനസ്സിലാക്കി. ആ താനിപ്പോൾ ദാ ഈ നാൾ വഴിയൊന്ന് നോക്കി, 1 2 രസീതുകളാ താൻ വിട്ടുകളഞ്ഞിരിക്കുന്നത്. സാർ അത് അറിയാതെ. അതെ, എനിക്കറിയേണ്ടതും അത് തന്നെയാ. ആ അറിയാതെയുടെ കാരണം ഇങ്ങനൊരു പിശക് പറ്റിയതിന് മേലുദ്യോഗസ്ഥനെന്ന നിലയിലുള്ള ചോദ്യം ചെയ്യലല്ല. നിസ്സാരമെങ്കിലും ഇങ്ങനൊരു പിശക് പറ്റണമെങ്കിൽ തൻ്റെ മനസ്സ് ഇവിടെങ്ങും അല്ലെന്നാ ഒരു സുഹൃത്തെന്ന നിലയിൽ എൻ്റെ ധാരണ. പറയടോ, എന്തു പറ്റി തനിക്ക്? കാര്യമായ എന്തോ ഒരു സങ്കടം തൻ്റെ മനസ്സിലുണ്ട്. അതല്ലേ താൻ ഈ നിസ്സാര കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാനാവാതെ? പറയേ, എന്താ തൻ്റെ പ്രശ്നം? സാർ അത് നിർബന്ധിക്കുന്നില്ല. പറയാൻ പറ്റാത്ത തീർത്തും പേഴ്സണലായ ഒരു മാറ്റർ ആണെങ്കിൽ താൻ പറയണ്ട. പറയാം. എന്തൊക്കെ പറഞ്ഞാലും താൻ ചെയ്ത് ശരിയായില്ലെന്നേ ഞാൻ പറയും. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സാർ? ആ നിമിഷം വരെ ഞാൻ അവളെ വിശ്വസിച്ചതാ. അതുകൊണ്ടാ എല്ലാവരും പലവട്ടം അവളെ ഇറക്കി വിടാന്ന് പറഞ്ഞിട്ടും ഓരോ മുട്ടാത്തർക്കം പറഞ്ഞ് ഞാൻ അവളെ കൂടെ താമസിപ്പിച്ച്. പക്ഷേ 1 മാസമായിട്ട് കൂടെ കിടക്കാത്ത ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ഞാൻ എന്താ സാർ വിചാരിക്കേണ്ടത്? എന്താ ഞാൻ ചെയ്യേണ്ടിരുന്നത്? തൻ്റെ കഥ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. താൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട്. പുറമേ കാണിച്ചില്ലെങ്കിലും അത് തനിക്കും അറിയാം. അല്ലെങ്കിൽ അവരെ പകുതി ന്യായീകരിക്കുന്ന രീതിയിൽ താൻ ഈ കഥ പറയില്ലായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൾ മിസ്സിംഗ് ആയി തിരിച്ചു വന്ന ദിവസം തന്നെ താൻ അവളെ ഇറക്കി വിട്ടേനെ. ശരിയല്ലേ? പിന്നെ നിങ്ങൾക്കിടയിലുള്ളത് കുറച്ച് തെറ്റിദ്ധാരണകളുടെ പ്രശ്നം മാത്രമാണ്. 1 മാസമായി കൂടെ കഴിയാത്ത ഭാര്യ എങ്ങനെ ഗർഭിണിയായി എന്ന നിങ്ങളുടെ ചോദ്യം ന്യായം. പക്ഷേ ആ 1 മാസത്തിന് മുമ്പ് നിങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ചിന്തിക്കാനാണെങ്കിൽ ഒരുപാട് രീതിയിൽ ചിന്തിക്കാം. പക്ഷേ നമ്മുടെ ചിന്തകൾ ഏത് രീതിയിൽ എന്നതാണ് പ്രശ്നം. ഒരുപക്ഷെ അവളെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ ബന്ധുക്കളും പരിചയക്കാരുമൊക്കെ തൻ്റെ മനസ്സിൽ കുത്തി നിറച്ചതുകൊണ്ടാവാം തനിക്ക് ഇങ്ങനെ ഒരു സംശയം തന്നെ ഉണ്ടായത്. തൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് തൻ്റെ ഭാര്യ ഒരിക്കലും വഴിവിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ലെന്നാണ്. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. തൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് തൻ്റെ ഭാര്യ ഒരിക്കലും വഴിവിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ലെന്നാണ്. സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്, തനിക്കും തോന്നിയിട്ടില്ലേ അങ്ങനെ? എന്നിട്ടും തനിക്കിതൊന്നും മനസ്സിലാവാതെ പോകുന്നത് സാഹചര്യവും സമ്മർദ്ദവും തന്നെ അനുവദിക്കാത്തതുകൊണ്ടാണ്. ഹാ, താനിതെന്താ ഒരു സ്മോൾ പോലും കഴിക്കാതെ നോക്കിയിരിക്കുന്നേ? മറന്നുപോയോ? തൻ്റെ കണക്കിനൊരു ഫുള്ള് തീരേണ്ട സമയമല്ലോ. ഇപ്പൊ തോന്നുന്നു സാർ, ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. അവള് പോയതോടെ എൻ്റെ സ്വഭാവം ആകെ മാറിയെന്ന് എല്ലാവരും പറയുന്നു. ശരിയാ, ഒന്നുമില്ലെങ്കിലും കുറേ മാസങ്ങളോളം എന്നോടൊപ്പം ജീവിച്ചവളല്ലേ അവള്. അതുകൊണ്ടാവും മനസ്സിന് വല്ലാത്ത ഭാരം. ഓക്കെ, തനിയെ മാറിക്കോളെന്ന് ആശ്വസിക്കാൻ ഞാൻ. ആ ഭാരം തനിയെ മാറില്ല സുഖു, കൂടുകയുള്ളൂ. ഒന്നും തനിയെ മാറില്ല, അതിനൊരു ഫോഴ്സ് വേണം. ഇപ്പം താൻ എടുക്കേണ്ടത് ആ ഫോഴ്സാണ്. താൻ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. ഞാൻ പറഞ്ഞിട്ട് വേണ്ട, ആലോചിച്ച് താൻ തന്നെ ഒരു തീരുമാനമെടുക്കുക. പോസിറ്റീവായ തീരുമാനം. സുമാര, എടോ സുമാര,
ഒന്ന് നിൽക്കണോ? ശേ, ആഹാ, മോളിവിടെ വന്ന് നിൽക്കുകയാണോ? മുറിയിലും കാണാതായപ്പോ ഞാൻ കരുതി ഇത് എവിടെ പോയതാണെന്ന്. ഇതെന്താ ഇവിടെ വന്ന് നിന്നത്? ഏയ്, വെറുതെ. പ്രതീക്ഷിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ ശാരദാമ്മേ. എന്താ മോളെ, എന്തു പറ്റി? മനസ്സിൽ കൂട്ടിയ കണക്കുകളെല്ലാം തെറ്റി. ആ, വരട്ടെ. ഇനി സമയമുണ്ടല്ലോ. അങ്ങനെ എപ്പോഴും തെറ്റാൻ ഗ്രീഷ്മ സമ്മതിക്കില്ല. മോൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെയുണ്ട് ശാരദാമ്മേ. അധികം വൈകാതെ മനസ്സിലായിക്കോളൂ. മോള് വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ശാരദാമ്മ പോയിക്കോ, ഞാൻ വരാം. ഇനി എപ്പോഴാ? ഇപ്പൊ തന്നെ സമയം എത്രയായെന്നറിയോ? ഞാൻ അങ്ങ് വന്നേക്കാം. ശാരദാമ്മ പോയിക്കോ. ഉം. വന്നില്ല അല്ലേ? ആര്? ആരെയാ ഗ്രീഷ്മ പ്രതീക്ഷിക്കുന്നത്? അത് സുഖേട്ടൻ വരില്ല, എനിക്കറിയാം. കല്യാണിക്ക് എങ്ങനെ? ഞാൻ ഊഹിച്ചു ഗ്രീഷ്മ സുഖേട്ടനെ കണ്ടു കാണുമെന്ന്. എന്റെ ഊഹം ശരിയല്ലേ? ശരിയാ. സുഖുവേട്ടനെ ഞാൻ കണ്ടിരുന്നു. സുഖുവേട്ടൻ പറഞ്ഞത്. വേണ്ട, എനിക്കറിയണ്ട. വാ, വന്ന് ഭക്ഷണം കഴിക്കേ. വേണ്ടിയിരുന്നില്ല ഗ്രീഷ്മേ. എനിക്ക് വേണ്ടി ഗ്രീഷ്മ സുഖേട്ടനെ കാണാൻ പോകണ്ടായിരുന്നു. ആഹാ, മോള് പോയിരുന്നോ സുഖുവിന്റെ അടുത്ത്? ഓ, അയാളുടെ ഓഫീസിൽ പോയിരുന്നു. കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവൻ എന്തു പറഞ്ഞു? വ്യക്തമായിട്ടൊരു മറുപടിയും അയാൾ പറഞ്ഞില്ല. അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാ പോയത്. ഇതാണോ മോള് നേരത്തെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി എന്ന് പറഞ്ഞത്? മോള് പോയതിൽ ഒരു തെറ്റുമില്ല. അല്ല, ഗ്രീഷ്മ പോകേണ്ടിയിരുന്നില്ല. അതെന്താ? നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരാനല്ലേ ഗ്രീഷ്മ പോയത്? എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടൊക്കെ. മുറിഞ്ഞു പോയത് ആ ബന്ധം. ഇനി അത് കൂട്ടിച്ചേർക്കാൻ ആരും ശ്രമിക്കണ്ട. എത്ര വേണ്ടെന്ന് വെച്ചാലും, അതൊക്കെ 100 വട്ടം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും കല്യാണിക്ക് അത് കഴിയില്ല. കഴിയും. അതെന്റെ വാശിയാ. പലതും വേണ്ടെന്ന് വെക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും. എന്നിട്ട് എന്ത് നേടാൻ? ഒന്നും നേടാനല്ല, അങ്ങനെയും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഒന്ന് തെളിയിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒരു വാശിയിൽ വേണ്ടി വന്നാൽ കഴുത്തിക്കിടക്കുന്ന താലി വരെ കല്യാണി വലിച്ചെറിയുമായിരിക്കും അല്ലേ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എത്ര വേണ്ടെന്ന് വെച്ചാലും, അതൊക്കെ 100 വട്ടം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും കല്യാണിക്ക് അത് കഴിയില്ല. കഴിയും. അതെന്റെ വാശിയാ. പലതും വേണ്ടെന്ന് വെക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും. എന്നിട്ട് എന്ത് നേടാൻ? ഒന്നും നേടാനല്ല, അങ്ങനെയും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഒന്ന് തെളിയിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒരു വാശിയിൽ വേണ്ടി വന്നാൽ കഴുത്തിക്കിടക്കുന്ന താലി വരെ കല്യാണി വലിച്ചെറിയുമായിരിക്കും അല്ലേ? പക്ഷേ അതോടെ എല്ലാം തീരില്ലല്ലോ. ഈ താലിയേക്കാൾ 1000 മടങ്ങ് വിലയുള്ള ഒന്ന് ഈ ബന്ധത്തിന്റെ അടയാളമായിട്ട് പിന്നെയും അവശേഷിക്കും. അതിനെയും വേണ്ടെന്ന് വെക്കാൻ കഴിയോ കല്യാണിക്ക്?
ഇതെല്ലാം എത്ര വട്ടം ഞാൻ ഇവളോട് പറഞ്ഞതാ. എന്നിട്ട് ഇവളുടെ മനസ്സിൽ ഇപ്പോഴും വാശിയും വൈരാഗ്യവും തന്നെയാ. എന്റെ അമ്മ പണ്ട് പറയാറുള്ളത് പോലെ സത്യം എന്നാലും തെളിഞ്ഞു വരും. ആ ഒരു വിശ്വാസമാണ് കല്യാണിക്കിപ്പോൾ ആവശ്യം. അന്ന് ആരും നിർബന്ധിക്കാതെ കല്യാണിയെ തിരിച്ചു കൊണ്ടുപോകാൻ സുഖവട്ടം വരും. പക്ഷേ എന്റെ അമ്മ കാത്തിരുന്നത് പോലെ ഒരുപാട് കാലം കാത്തിരിക്കാൻ കല്യാണിക്ക് ഇടവരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാ സുഖവട്ടനെ കാണാൻ ഞാൻ പോയത്. പക്ഷേ അത് പ്രതീക്ഷിച്ച പോലെ ആയില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട് അധികം വൈകാതെ അതുണ്ടാവുന്ന. മോളുടെ അമ്മ ആരെയോ കാത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആരെയാ കാത്തിരുന്നത്? അത് അത് ഒരാളെ. അയാള് അതെല്ലാം പിന്നെ പറയാം. മതി, നിർബന്ധിക്കുന്നില്ല. എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ അമ്മയുടെ മനസ്സ് എനിക്ക് കാണാൻ കഴിയും. ഒരുപാട് സങ്കടപ്പെട്ട് കാണും ഇല്ലേ? മാഷ് ഇടയ്ക്കിടയ്ക്ക് പറയും, എത്ര ആലോചിച്ചിട്ടും മോളുടെ അമ്മയുടെ മുഖം മാത്രം ഓർമ്മ വരുന്നില്ലല്ലോ എന്ന്. പഴയ എത്രയോ പേരെ ഓർമ്മയുണ്ട്. അവരെക്കുറിച്ചെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാളെ മാത്രം. അതങ്ങനെയാ ശാരദാമ്മേ. ചിലർക്ക് ചിലരെ എക്കാലം ഓർത്തിരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. മറ്റു ചിലർക്ക് ഒരിക്കലും മറക്കാനും. അത് അവരുടെ കുറ്റമല്ല, സാഹചര്യം. ഗ്രീഷ്മ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട് അല്ലേ? അതൊന്നും ഞങ്ങളാരും അറിയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചാ സംസാരിക്കുന്നത്. എന്താ ഗ്രീഷ്മ, ശരിയല്ലേ? സത്യം പറയേ, എന്താ ഗ്രീഷ്മയുടെ മനസ്സില്? ആരോടും പറയാൻ പറ്റാത്ത ഇത്ര വലിയ രഹസ്യം? ഉണ്ട്. പക്ഷേ അത് പറയാനുള്ള സമയമായിട്ടില്ല കല്യാണി. എങ്കി ഞാൻ പറയട്ടെ. എന്ത്? ഗ്രീഷ്മയുടെ അച്ഛനെ തന്നെയല്ലേ അമ്മ കാത്തിരിക്കുന്നത്? പറയേ, ആണോ? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ആരാ ഗ്രീഷ്മയുടെ അച്ഛൻ?